നമസ്കാരം. കോഴിക്കോട് സങ്കേതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയെ ക്രൂരമായി ഹോട്ടലുടമയും ജീവനക്കാരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം ഏറെ ബുദ്ധിമുട്ടി കണ്ണൂരിൽ നിന്നും കോഴിക്കോടിലെത്തുന്ന യുവതി സംഗീതം എന്ന ഹോട്ടലിലെ ജീവനക്കാരിയായി തുടരുന്നു. ആ ഹോട്ടലിൽ വളരെ സന്തോഷത്തോടെയാണ് ആ കുട്ടി മുന്നോട്ട് പോയിരുന്നത്. ഹോട്ടലുടമയായ ദേവദാസൻ അവൾക്ക് സ്വന്തം അങ്കിളിനെ പോലെയായിരുന്നു. തുടക്കത്തിൽ ദേവദാസൻ അവളുടെ വിശ്വാസം നേടിയെടുത്തു. പതുക്കെ പതുക്കെ അയാളുടെ പെരുമാറ്റം മോശമായി മാറി. ആ കുട്ടിക്ക് രാത്രിയിൽ വളരെ മോശമായ സന്ദേശങ്ങൾ ദേവദാസൻ അയക്കാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയും ദേവദാസനും ഉടമയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഞാനിത് നിങ്ങളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് ആ പെൺകുട്ടി വളരെ രോക്ഷത്തോടെ പറയുന്നു. പിന്നീട് ദേവദാസന് ഇതൊരു വൈരാഗ്യമായി തീർന്നു. ഏത് വിധേയനെയും ഈ പെൺകുട്ടിയെ കീഴടക്കണം, അല്ലെങ്കിൽ അവളെ കൊന്നുകളയണമെന്നാണ് ദേവദാസന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ആ പെൺകുട്ടിയുടെ കൂടെ താമസിച്ചിരുന്ന 2 മറ്റ് പെൺകുട്ടികൾ ലീവായ ദിവസം, അവധിയായ ദിവസം അവൾ താമസിച്ചിരുന്ന വീട് അതിക്രമിച്ച് കയറുകയായിരുന്നു ദേവദാസും മറ്റു 2 ജീവനക്കാരും. അവർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഈ സമയം പെൺകുട്ടി ഗെയിം കളിക്കുകയായിരുന്നു ഫോണിൽ. അത് യാദൃശ്ചികമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടു. സംഭവ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ. ഹോട്ടലിലെ മറ്റു 2 വനിതാ ജീവനക്കാരുടെ കൂടെയായിരുന്നു യുവതി താമസിച്ചിരുന്നത്. ആ 2 ജീവനക്കാർ അവധിയായിരുന്ന ദിവസമായിരുന്നു ഹോട്ടലുടമ ദേവദാസും മറ്റു 2 ജീവനക്കാരും ചേർന്ന് ആ വീട് അതിക്രമിച്ചു കയറുകയും പെൺകുട്ടിയെ കടന്നാക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. തുടർന്ന് പെൺകുട്ടി ആ വീടിൻ്റെ 1ാം നിലയിൽ നിന്നും എടുത്തു ചാടി. ഗുരുതരമായ പരിക്കുകളോടെ പെൺകുട്ടി മെഡിക്കൽ കോളേജിലാണ്. എന്നാൽ ഇത്ര സമയമായിട്ടും കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഹോട്ടലുടമയെയോ മറ്റു ജീവനക്കാരെയോ പോലീസ് പിടിക്കാൻ തയ്യാറായില്ല. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ ദേവദാസിനെ കയ്യോടെ പിടിച്ചിരിക്കുകയാണ്. ബസ്സിൽ നിന്നുമാണ് ദേവദാസിനെ പിടികൂടുന്നത്. കുന്നംകുളം പോലീസ് പിടികൂടുന്നത്. കുന്നംകുളം പോലീസ് എന്നിട്ട് ഈ മുക്കം പോലീസിനെ വിവരം അറിയിച്ച് പ്രതിയെ കൈമാറുകയായിരുന്നു. അതായത് ഈ പ്രതിയായിട്ടുള്ള ദേവദാസ് സ്വന്തം കാറ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചതിന് ശേഷമാണ് ബസ് കയറി പോകുന്നത്. അതായത് പോലീസിനെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു. കാർ റെയിൽവേ സ്റ്റേഷനിലാണ്, അതായത് ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്തത് എന്ന് കബളിപ്പിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാർ വെച്ച് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദേവദാസിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ പീഡനം നടന്ന വീട്ടിൽ എത്തിച്ച പ്രതിയെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പ് നടക്കുന്നതിനിടെ ഇത്തരത്തിൽ ബിജെപിയുടെ പ്രതിഷേധം, തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വീടിനടുത്തേക്ക് ഇത്തരത്തിൽ ബിജെപിയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി, അതായത് ഫെബ്രുവരി 1 ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. യുവതി 3 മാസത്തോളമായി ഇത്തരത്തിൽ ഈ സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അടുത്ത് തന്നെ ഒരു വാടക വീട്ടിലായിരുന്നു താമസം. അപ്പോൾ യുവതിയോടൊപ്പം മറ്റു കൂടി ഉണ്ടായിരുന്നു. ആ 2 പെൺകുട്ടികൾ കൂടെ ഇല്ല എന്ന് പ്രതികൾ 3 പേരും മനസ്സിലാക്കി. ദേവദാസും മറ്റു 2 ജീവനക്കാരും മനസ്സിലാക്കി. ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയാണ് വീടിനുള്ളിലേക്ക് തള്ളിക്കയറുന്നത്. ആ പീഡന ശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതിക്ക് പരിക്ക് പറ്റുന്നത്. കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് യുവതി താഴെ വീഴുന്നു. നട്ടെല്ലിനും. എന്തായാലും യുവതിയുടെ ഫോണിലെ നിർണായകമായ തെളിവാണ് പ്രതികളെ കുരുക്കിയത്. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇവരൊക്കെ എത്രത്തോളം ക്രൂരന്മാരാണെന്ന്. ആ പെൺകുട്ടി കരഞ്ഞപേക്ഷിക്കുന്നുണ്ട് എന്നെയൊന്നും ചെയ്യല്ലേ എന്ന്. അപ്പോൾ ഇയാൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മിണ്ടാതിരിക്കൂ, അങ്കിളല്ലേ, ശബ്ദമുണ്ടാക്കാതിരിക്കൂ, എൻ്റെ മാനം പോകും എന്നൊക്കെ. അപ്പോൾ ഇയാളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അങ്കിളെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുന്നിൽ സത്യസന്ധനായി ആ പെൺകുട്ടിയുടെ വിശ്വാസം കവർന്നെടുത്ത് പിന്നീട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം. അപ്പോൾ ഇവനൊക്കെ ചാട്ടവാറ് കൊണ്ട് അടിച്ചാൽ മതിയാവോ? ഇവനൊക്കെ തൂക്കിക്കൊല്ലണ്ടേ? ഇതുപോലത്തെ കഷ്മലന്മാരെ. അയാളുടെ മകളുടെ പ്രായമുള്ള പെൺകുട്ടിയോടാണ് അയാൾ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്